കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാണാനായിട്ടിരിക്കുന്നത് എന്നറിയില്ല. ഇന്നലെ ഇപ്പോൾ കൂർമാവതാരമായിരുന്നു, ഇനിയിപ്പോൾ ഇന്ന് ഏത് രൂപമാണെന്നറിയില്ല. അമ്പാടിയിലെ ഏതെങ്കിലും രൂപമാണോ അതോ മറ്റേതെങ്കിലും ആണോ എന്നറിയില്ല, ദശാവതാരം തന്നെയാണോ എന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നൊന്ന് പ്രദർശനം ചെയ്യാം. അപ്പോൾ വെങ്കല ഗരുഡ പ്രതിമയും അതേപോലെ കുചേലൻ്റെ പ്രതിമയൊക്കെ കണ്ട് അങ്ങനെ അവിടുന്ന് ഇങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ട് വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മളിങ്ങനെ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ സ്വർണം കെട്ടിച്ചതും അതിൻ്റെ നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് നമ്മളിങ്ങനെ വാതിൽപ്പടി ഇങ്ങനെ കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കും വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണൊക്കെ നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി തൊഴുകയാണ്. ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ്. എന്നെന്നും വ്യത്യാസമായിട്ട് ഇങ്ങനെ ആ ദീപം ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ നോക്കി വരുന്ന ആ ഒരു കാഴ്ച, ആദ്യം തന്നെ ഇന്ന് കാണുന്നത് ഒരു മത്സ്യമാണ്. മത്സ്യത്തിൻ്റെ ആ ഭാഗമാണ്. ആ വാലും ഇതൊക്കെ ആയിട്ട് നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാലോ അര വരെ മത്സ്യവും അതിൻ്റെ മുകളിലേക്ക് അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട് അതിൻ്റെ മുകളിലേക്ക് ചതുർബാഹുവായ മഹാപ്രഭു. അപ്പോൾ ഇന്ന് അതായത് മത്സ്യാവതാരമൂർത്തിയായ മഹാപ്രഭുവായിട്ടാണ്. ഇന്നലെ കൂർമ്മമായിരുന്നു, ഇന്ന് മത്സ്യമായി, അങ്ങനെയായി. അപ്പോൾ ആ കഴുത്തിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല ഉണ്ട്, പിന്നെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു പതക്കം പോലത്തെ മാലയും, അതിന് നടുക്കാണ് ആ ഗോപീതിലകം. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാലോ മുഖത്ത് ഇങ്ങനെ നന്നായിട്ട് പുഞ്ചിരി, നിറഞ്ഞ പുഞ്ചിരി, അതേപോലെ തന്നെ ആരെയും മനം വായിക്കുന്ന പുഞ്ചിരിയാണ്. ആര് വന്നാലും അവരൊക്കെ എത്ര വിഷമം ഉണ്ടെങ്കിലും അതൊക്കെ തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഇവിടെ ഇല്ലേ, നിങ്ങളെന്തിനാ പേടിക്കണേന്ന്. അപ്പോൾ ആ ഒരു ഭാവത്തിലാണ്. അങ്ങനെ മുഖത്ത് തിരുനെറ്റിയിൽ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, അതേപോലെ 4 കൈകൾ കാണാണ്ട്, കൈവളകൾ അണിഞ്ഞിട്ടുണ്ട്, തോൾവളകൾ കാണാണ്ട്, 2 കൈയിലും ശംഖും ചക്രവും സ്വർണത്തിൻ്റെ ഉണ്ട്. അതേപോലെ ഒരു കൈയിൽ താമര കൊടുത്തിട്ടുണ്ട്, മറ്റേ കൈയിൽ ചന്ദനം കൊണ്ട് നല്ലൊരു ഗദ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ശംഖ് ചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട് ആ മഹാപ്രഭുവായിട്ട് നാരായണൻ മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് നിൽക്കുന്നത്. ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ മത്സ്യാവതാരമൂർത്തിയായിട്ടുള്ള ആ കളഭാലങ്കാരത്തിലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2 തിരുമുടിമാലകളുണ്ട്, തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ളതും തെച്ചിയും തുളസിയായിട്ടുള്ളതും. അതേപോലെ തന്നെ ആ തിരുമുടിമാലയുണ്ട്, തിരുമുടിമാലയും 2 ഉണ്ട്, അതും നല്ല തിക്കായിട്ടുണ്ട്, ഏകദേശം വനമാല പോലെ തന്നെ, തെച്ചി തുളസി ആയിട്ടുള്ള, പിന്നെയും തെച്ചിയും തുളസി അങ്ങനത്തെ. പിന്നെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകളുണ്ട്, അത് തുളസിയാണ്, പിന്നെ കുറച്ച് താമരയും കൊടുത്തിട്ടുണ്ട്, തെച്ചി. അങ്ങനെ നമ്മളെല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക ആ മത്സ്യാവതാരമൂർത്തിയെ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ മത്സ്യാവതാരമൂർത്തിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ അവിടുന്ന് കണ്ട് തൊഴുത് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ നോക്കി തൊഴുത് ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം, സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കി സരസ്വതി ദേവീനെ കണ്ട് തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത്ത് അവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ ആ കോർണറിലെത്തിയാൽ
ചെറിയ ഗണേശനെയും പിന്നെ മത്സ്യാവതാരമൂർത്തിയും അതേപോലെ കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. പിന്നെ അങ്ങനെ വന്ന് മേൽശാന്തി അവിടെ നിന്ന് മേൽശാന്തി ഇരിക്കണം. ഇന്നത്തെ പൂജ ഉണ്ടായിരുന്ന അലങ്കാരം ഉണ്ടായിരുന്ന മേൽശാന്തി തന്നെയാണ്. അപ്പോൾ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങുക, അർച്ചന പ്രസാദമൊക്കെ. അതിന് ശേഷം വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടുന്ന് ആ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആനന്ദശായി നരസിംഹത്തെ കാണാം, ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. അപ്പോൾ നരസിംഹത്തെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. അതിന് ശേഷം അവിടുന്ന് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനും ഒക്കെ കണ്ട് മുരുകനും ഒക്കെ കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാം. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. പിന്നീട് അവിടുന്ന് ഇങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ കാണാം. അത് കഴിഞ്ഞ് കൊടിമരം നോക്കി തൊഴാം. പിന്നീട് മണിക്കിണറും അതേപോലെ നൃത്താറയും കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിന് ശേഷം എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്ത് എത്തി അമ്മയെ കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടുന്ന പോലെ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ അവിടുന്ന് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ മത്സ്യാവതാരമൂർത്തിയെ കണ്ട് നമസ്കരിക്കാം. അതിനുശേഷം നമ്മളിങ്ങനെ കൂത്തമ്പലത്തിൻ്റെ അവിടെയും വന്ന് നമസ്കരിക്കുക. അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. എന്നിട്ട് അവിടുന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വരിക. പുറത്ത് വന്ന് അങ്ങനെ രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹമുള്ള നാരായണാലയത്തിൽ വന്നിട്ട് ആ വിഗ്രഹമൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ ഭഗവതി നടയിലും ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴുത് മത്സ്യാവതാരമൂർത്തിയെ ഒന്നുകൂടി കണ്ട് തൊഴുക. അത് കഴിഞ്ഞ് നമ്മൾ തെക്കേ നടയിൽ വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. എല്ലാവരെയും ഗുരുവായൂരപ്പൻ കടാക്ഷിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കാൻ ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.